പ്രതികരിച്ചോ? നീ ആരുടെ അമ്മായിയുടെ മോളെ ഒന്ന് പൊടി കിടന്നു. നീ ആരാണ് നിന്റെ വിചാരം? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ. രാവിലെ എത്ര പേര് നിങ്ങൾ ലൈവ് കണ്ടു? അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം. ഇന്ന് രാവിലെ തന്നെ സ്വാഭാവികമായിട്ടും അനീഷിൻ്റെ വക ഒരു ചെറിയൊരു അടി അവിടെ പൊട്ടി. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് മിനിറ്റ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു അടിപിടി റിലേറ്റഡ് ആയിട്ടാണ്. കഥാപാത്രം ഒരു ഭാഗത്ത് അക്ബറാണ്, മറുഭാഗത്ത് അനുമോളാണ്. അനുമോൾ മാത്രമല്ല, അനുമോളുടെ കൂടെ ഇന്ന് രേണുവും കൂടിയിട്ടൊന്ന് ഫയർ ആയിട്ടുണ്ട്. വിഷയം അക്ബറിൻ്റെ സംസാരമാണ്. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചുള്ള 2 വീഡിയോ ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഈ സീരിയസ്ലി അക്ബർ കാരണം രേണു അതിൻ്റെ ഉള്ളിൽ ഫയർ ആയിട്ടില്ലെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ കുറച്ചൊന്ന് സ്ട്രോങ് ആയി വരുന്നുണ്ട്. സ്ട്രോങ് ആയി വരട്ടെ, അതുതന്നെയാണ് നമുക്ക് ബിഗ് ബോസിന് വേണ്ടത്. അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ട് പഴം മുഴുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല ആരും. അപ്പോൾ അക്ബർ കാരണം അതിനുള്ളിൽ രേണുവിന് ഇത് ആയില്ലെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ, ഇനി PR ആണോന്ന് അറിയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ രേണുവിന് അനുകൂലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ വിളിച്ചിട്ടുള്ള വിളി, അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളിയാണ്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളിയും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് അനുമോളും ഇന്നലെ ഷാനവാസും തമ്മിലുള്ള പഴയ പരിചയമുണ്ട്. അവർ ആങ്ങള പെങ്ങൾ റിലേഷൻഷിപ്പാണ് എന്ന് വരുത്തി തീർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആങ്ങള പെങ്ങൾ കളിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ പെങ്ങളുട്ടി പാസം, കഴിഞ്ഞ പ്രാവശ്യത്തെ പെങ്ങളുട്ടി പാസത്തിനെ ട്രോളായിട്ടും സീരിയസ് ആയിട്ടും ഒക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. പെങ്ങളുട്ടി പാസം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെങ്ങളുട്ടി പാസം ഇപ്രാവശ്യവും ആവർത്തിക്കുന്നുണ്ട് എന്ന് അവിടെ വരുത്തി തീർക്കാനുള്ളൊരു പരിപാടിയാണ് അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സീരിയസ്ലി ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ, ആൾക്കാരുടെ റിയൽ ക്യാരക്ടർ അറിയില്ല, പാട്ടിലൂടെയാണല്ലോ അക്ബറിനെ അറിയാം. അവൻ വിളിച്ചത് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും അവൻ്റെ വായിന്ന് വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്ക് ഐറ്റാണ് അവൻ. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ അവൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരും ബിഗ് ബോസിന് വേണം. ഞാൻ ആ ഒരു പക്ഷക്കാരനാണ് കേട്ടോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ഓണവില്ല് കളിച്ച് നന്മമരം കളിച്ചിട്ട് ആരും ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് പോകണ്ട ഒരിക്കലും. പിന്നെ മാത്രമല്ല എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തല്ലുപണി കൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും രാവിലത്തെ കുറച്ച് വോയിസ് ഞാൻ കേൾപ്പിക്കാം. രാവിലെ നടന്നിട്ടുള്ള പരിപാടി പോടോ എന്നാണ് അനുമോൾ വിളിച്ചിട്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ലൈവ് കണ്ടവർ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അല്ലാത്തവർക്കുമായിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, ഒരു ചെറിയൊരു പോർഷൻ. പോടോ എന്ന് വിളിച്ചതിന് പകരമായിട്ട് ഇർഫാൻ എന്ത് വേണം, ഞാനതാ വീണ്ടും പറയുന്നത്, ഇർഫാന് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാം, തിരിച്ച് രേണുവിന് എന്ത് വിളിക്കാം, വേറെ ആർക്കും എന്തോ അങ്ങോട്ടും വിളിക്കാം. ഇതുകൊണ്ടൊക്കെ അവർ സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ്. ശരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ബിഗ് ബോസ് എന്ന ഷോ ഫേക്ക് ആവാതെ റിയൽ ക്യാരക്ടർ ആൾക്കാരുടെ പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് അത് കണ്ടിട്ട് വേണം ആൾക്കാർ വോട്ട് കൊടുക്കാൻ. പക്ഷേ ഇപ്രാവശ്യം PRകളുടെ കളി ഭയങ്കര സ്ട്രോങ് ആണ്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സീരിയസ്ലി. കാരണം വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. എന്താണ് രാവിലത്തെ അക്ബറിൻ്റെ ഡയലോഗ് മാത്രം ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. കണ്ടോ ഇതാണ് സംസാരം. അടിപൊളിയില്ലേ? അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വ്യക്തി തന്നെ സ്വയം വായ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോണത്. നീ ആരാൻ്റെ അമ്മ, ഇങ്ങനത്തെ പറഞ്ഞാൽ നീ ആരുടെ അമ്മായിൻ്റെ മോളോ, അങ്ങനത്തെ ഒരു അടിപൊളി കൾച്ചറാണ്, സൂപ്പർ കൾച്ചർ. ഇങ്ങനത്തെ ആൾക്കാരോട് വരേണ്ടത് ബിഗ് ബോസിൽ. അങ്ങോട്ട് അവരുടെ എക്സ്പോസ്ഡ് ആവട്ടെ. മൈക്കെടുത്ത് പാടി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മൾ തോന്നിപ്പോയില്ല, നമ്മൾ ആ ഒരു കണ്ണുകൊണ്ടാണ് പല ആൾക്കാരും കാണുക. ഞാനങ്ങനെയാണ് അക്ബറിനൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അധികം ദിവസം ആയിട്ടില്ലല്ലോ അല്ലേ? എല്ലാരും ഒരു വലിയ ഗ്യാങ് ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്നിട്ട് നുണക്കൂട്ടം പോലെ പറഞ്ഞോണ്ട് എല്ലാം തമ്മിലടിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന വേല. വിശ്വസിക്കരുത്. ഇവിടെ കംപ്ലീറ്റ് എഡി ബോഡി വർത്താനാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. എന്താണ് അതിൻ്റെ ഒരു സംഭവം? അതായത് ഇപ്പോൾ അനുമോള് പോടോ എന്നാണ് പറയുന്നത്, പോടാ എന്ന് പറഞ്ഞിട്ടില്ല. പോടാ എന്ന് വിളിച്ചാൽ തിരിച്ച് ഞാൻ പോടി എന്ന് വിളിക്കുന്ന പറയുന്നത് അക്ബർ പറയുന്നത്. പക്ഷെ അനുമോൾ അവിടെ പോടോ എന്നാണ് വിളിച്ചത്. പക്ഷെ ബദലായിട്ട് എഡി ബോഡീൻ്റെ 16 കളിയാണ്, യാതൊരു ഇതുമില്ല. അജാതി ഡയലോഗാണ് അക്ബറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂട്ടോ, ഞാൻ ബാക്കി കൂടി കേൾപ്പിച്ചിട്ട്. നീ പിന്നെ പവിത്രമായ നീ പറയണതൊക്കെ നീ നിനക്ക് എത്ര നോക്കണ്ടടി അത് വരെ നമ്മളൊരു എത്തിക്സ് ഉണ്ട്. അതായത് നമ്മളുടെ
ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചാലേ പറ്റൂ. അല്ല നീ അല്ലെങ്കിൽ നീ അതിനെ കാണിക്കണം. നീ ഇപ്പൊ എന്റെ അടുത്ത് മാത്രമാണ് കാണിക്കണം പറയുന്നത്. നീ മൊത്തത്തിൽ അതാണ് കാണിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് കാണിക്കണ ഇത് ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഉള്ളവരല്ലേ നന്നായിട്ട് അറിയാം. നീ കാണിക്കണമെന്ന് അറിയാം. ആയിക്കോട്ടെ ശരി. ആയിക്കോട്ടല്ലേ കോഴിക്കാട്ടം. ആയിക്കോട്ടെ അല്ലേ കോഴിക്കാട്ടം. സ്റ്റാൻഡേർഡ്. അയ്യോ നല്ല സ്റ്റാൻഡേർഡിലെ ആയിക്കോട്ടെ അല്ലേ കോഴിക്കാട്ടം. യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവൂ. പാവത്തിന് സെപ്റ്റി ടാങ്ക് എന്തൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ നീ പറ. ഇഷ്ടം എങ്ങനെ പറഞ്ഞാൽ ഞാൻ അന്ന് അവിടെ ഇന്നലെ അവിടെ യെസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ രേണു സുധി പവർ ആവുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്ത സമയത്ത് ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ബിഗ് ബോസ് ആണ്, ബിഗ് ബോസ് ഹൗസ് ആണ്, റിയാലിറ്റി ഷോ ആണ്. വീണ്ടും പറയല്ല, ഇങ്ങനത്തെയൊക്കെ കേൾക്കേണ്ടി വരും. ബദൽ മറുപടി കൊടുക്കണം. സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ്, അല്ലാണ്ട് വിക്ടിം കാർഡ് ഇറക്കുക, ഞാൻ വിധവകളെ റെപ്രസെന്റ് ചെയ്യുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുണ്ടാതെ ക്യാമറയിൽ നോക്കി പറയല്ല വേണ്ട. മറുപടി കൊടുക്കണം, നല്ല ചുട്ട മറുപടി കൊടുക്കണം. ഇനി അതല്ല, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇതിങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കട്ടെ. ഇവിടെ ഇർഫാൻ എന്താ പറയുക, ഈ ഇർഫാൻ തന്നെ വരുന്നവനെ അക്ബറിനോട് ലാലേട്ടൻ വീക്കെൻഡിൽ ഇട്ടിട്ട് പൊരിക്കട്ടെ. അതിൻ്റെ പേരിൽ എല്ലാവരും സംഗതി പുറത്തേക്ക് വരട്ടെ. പറയാനുള്ള ഇതില്ല. ഒരു മനുഷ്യനെ ആ സ്ത്രീ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾ പറയാം. അപ്പൊ ഞാൻ എങ്ങനെ തോന്നുന്നു, അതെന്താണ് അറിയാമോ? എന്താണ് കണ്ടോ പറയടി. സീരിയസ്ലി ഇന്നലെ ഈ സെപ്റ്റിക് ടാങ്ക് വിഷയം ആ നടന്ന ഉടനെ തന്നെ രേണു സുധി പ്രശ്നമാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് അറിയില്ല. സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ വൻ വിഷയമാവുമായിരുന്നു. സീരിയസ്ലി അത് ഇന്നലെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞതാണ്. അതിനാണ് നമുക്കുള്ള പ്രശ്നം. മനുഷ്യനാണോ നിങ്ങളൊക്കെ? അല്ലടി നിന്റെ സർട്ടിഫിക്കറ്റ് വീഡിയോ കൊണ്ട് കൊടുത്തു മനുഷ്യന്റെ അത് പോടിയാണ്. എന്നെ നിങ്ങൾ വീട്ടിലുള്ള എന്റെ അച്ഛൻ എന്നെ പോണെന്ന് വിളിച്ച് പഠിപ്പിച്ചിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നീ പറഞ്ഞു നീ പോടാന്ന് വിളിച്ചാൽ ഞാൻ എടി വിളിക്കും. നീ പോടോന്ന് വിളിച്ചാൽ എടി വിളിക്കും. മനസ്സിലായ? നിനക്ക് മാത്രം ഇവിടെ പോടോന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എടി വരാം. പോടോന്ന് വിളിച്ചോ പോടോന്ന് വിളിച്ചോ എടി വിളിക്കും. അതൊന്നും നിനക്കാണ്ട് ഇഷ്ടത്തിന് കോമൺ ആക്കാം. എന്നെ പോടോന്ന് വിളിച്ചാൽ ഞാൻ എടി വിളിക്കും. പോടോന്ന് വിളിച്ചാലും ഞാൻ എടി വിളിക്കും. യെസ്, ഇന്ന് രാവിലെ ഇത് ചൊല്ലിയായിട്ടാണ് ഇപ്പോൾ അതിനുള്ളിൽ ചർച്ച നടക്കുന്നത്, അടിപിടി നടക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ്, കൾച്ചറാണ്, അടിസ്ഥാനപരമായിട്ട് കൾച്ചറാണ് അത്. പിന്നെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആൾക്കാർ എന്ത് ക്യാരക്ടറാണോ ഉള്ളിലുണ്ടാവുന്നത് ഇതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ പ്രതിരോധിക്കുക. ഏത് രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് വെച്ചാൽ അതാണ് ചെയ്യേണ്ടത്. പുരുഷന്മാര് റെസ്പെക്ട് ഒക്കെ സ്വഭാവത്തിനാണ്. സ്ത്രീ പുരുഷനൊന്നും ബിഗ് ബോസിലില്ല. സ്ത്രീ പുരുഷനൊന്നും ബിഗ് ബോസിലില്ല. ഓരോ സ്വഭാവത്തിനാണ് വിളിക്കുക. നീ പറയുമ്പോ പോവാൻ നിന്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ പിന്നെ നിന്നെ വെച്ച് കണ്ടിട്ട് ആവശ്യമില്ല. അത്ര ഗതികെട്ടവനല്ല ഞാൻ. അത്ര ഗതികെട്ടവനല്ല. നിന്നെ വെച്ച് യെസ്, അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ ഒരു കോണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. ഈ എടിപൊടി റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിച്ചോ, പോടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൊടി എന്ന് വിളിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായി കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. പറ്റുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കൂ. ടേക്ക് കെയർ. ബൈ.